പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തൊട്ട് കുറച്ച് ജോലികളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. രാവിലെ ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ്. അതിനുശേഷം വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കുറേ ഏറെ ജോലികളുണ്ട്. നമുക്ക് ഈ റോഡിൽ കൂടെ സ്വല്പം നടന്ന് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലെത്തിയിട്ട് ബാക്കി ജോലികൾ കാണാം. കൂട്ടുകാർക്കെല്ലാം സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോഴേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും വായോ. അപ്പോൾ നടന്നു വരുന്ന വഴിയിലാണ് കണ്ടത് കുറേ ചെമ്പരത്തിപ്പൂക്കൾ. അപ്പോഴും ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂ പറിച്ചു. അതായത് എനിക്ക് കുറച്ച് എണ്ണ കാച്ചണമായിരുന്നു. സ്വല്പം, അധികം കാച്ചുന്നില്ല. അതുപോലെ തന്നെ ഉഴിഞ്ഞയും പറിച്ചെടുത്തു. ഇതും മുടി വളരാനും തലമുടി കൊഴിയാതിരിക്കാനും നല്ലൊരു സസ്യമാണ്, ഔഷധ സസ്യമാണ്. അപ്പോഴേ അതൊക്കെ പറിച്ചെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞ് അരി അരയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അരിയും പഞ്ചസാരയും തേങ്ങയും വെള്ളവും എല്ലാം കുതിർത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനി അരച്ചെടുക്കാം. അരച്ച് ഒരു മണിക്കൂറാകുമ്പോഴത്തേക്കിനും ഇത് കുതിർന്ന് കിട്ടും. അപ്പോഴേ ഇതൊന്ന് അരച്ചെടുക്കാം. ഇതാണ് മുത്തങ്ങ കിഴങ്ങാണിത്. പുല്ലുവർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഇത്. ഇതിൻ്റെ കിഴങ്ങ് കൊച്ചു പിള്ളേർക്ക് പാലിലിട്ട് കാച്ചി കൊടുക്കും ഒരു മരുന്നാണ്. അതുപോലെ തന്നെ അരിഷ്ടത്തിനും ലേഹ്യത്തിനും ഇതിൻ്റെ കിഴങ്ങ് ഉപയോഗിച്ച് അരിഷ്ടവും ലേഹ്യവും ഉണ്ടാക്കാറുണ്ട്. അപ്പോഴേ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ സ്ഥലങ്ങളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ റോസച്ചെടിയുടെ കമ്പ് വെട്ടി അവിടുത്തെ കുറച്ച് കാടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നുള്ളി പറിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ കിഴങ്ങുകൾ. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. അതിനുശേഷം വീട്ടിൽ വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒക്കെ ഉണ്ടാക്കി. ഞാൻ ദോശക്കല്ലിൽ അരച്ച് വെച്ചിരിക്കുന്നത് ഒന്ന് ചുട്ടെടുക്കുകയാണ്. ദോശ പോലെ ഒന്ന് ചുട്ടെടുത്തു. പാലപ്പത്തിന് അരച്ചതാണെങ്കിലും ദോശ പോലെ ആക്കിയെടുത്തു. പിന്നെ ഉരുളക്കിഴങ്ങ് കറിയും വെച്ച് ഞങ്ങൾ രാവിലത്തെ ആഹാരം കഴിച്ചു. അതിനുശേഷം പിന്നെ കപ്പ ഇരിപ്പുണ്ടായിരുന്നു. കപ്പ വേവിക്കാമെന്ന് കണ്ട് കപ്പയെല്ലാം പൊളിച്ച് ചെറുതായി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം.
അങ്ങനെ കഞ്ഞിക്ക് അരിയൊക്കെ അടുപ്പിലിട്ടു. അതിനുശേഷം കുറച്ച് കൂർക്കക്കിഴങ്ങുണ്ടായിരുന്നു, അത് ചിരണ്ടി മെഴുക്ക് പുരട്ടി വെച്ചു. പിന്നെ ഒരു മുട്ട പൊരിക്കാമെന്ന് വെച്ച് 2 മുട്ട എടുത്തു. എനിക്ക് മാത്രം ഉള്ളത്, അമ്മ കൂട്ടത്തില്ല. അങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്ത ജോലികൾ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് വീഡിയോയിൽ കാണാം. എനിക്ക് മുട്ടയ്ക്കകത്ത് ഉള്ളിയോ പച്ചമുളകോ ഒന്നും ഇടുന്നത് ഇഷ്ടമല്ല. മുട്ട പൊട്ടിച്ച് കലക്കി ഉപ്പും സ്വല്പം കുരുമുളക് പൊടിയുമാണ് ഞാൻ ചേർക്കുന്നത്. അങ്ങനെ ചേർത്താണ് ഞാൻ മുട്ട പൊരിക്കാറ്. ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം, തേങ്ങ എല്ലാം കൂടെ ചേർത്ത് നന്നായി മുട്ട പൊരിച്ച് കൊടുക്കും. പക്ഷേ ഞാനിങ്ങനെയാണ് മുട്ട പൊരിച്ച് കൂട്ടുന്നത്. മുട്ട കഴിക്കണമെന്ന് തോന്നുമ്പോഴേ ഒരു ഗ്ലാസ് പാല് കാച്ചി അതിൻ്റെ അകത്ത് 1-2 ഒരു പച്ചമുട്ട വീതം അടിച്ച് അങ്ങനെ അത് കുടിക്കും. അതായത് എനിക്കിഷ്ടമാണ്. ചിലർക്കൊന്നും അതിഷ്ടമല്ല, ഛർദ്ദിക്കും ചിലർ. പക്ഷേ എനിക്കിഷ്ടമാണ്. അപ്പോഴേ അതാണ് ഞാൻ സാധാരണ മുട്ട അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോഴേ നമുക്ക് ഒരു തീയിൽ വെക്കണം. തീയിൽ വെക്കാനെല്ലാം അരിഞ്ഞ് വെച്ചേക്കുകയാണ്. ഇവിടെ ഞാൻ തീയലിന് ആവശ്യമായ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് വറുത്തെടുക്കാം. പക്ഷേങ്കിൽ ഈ തേങ്ങ ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ മാത്രമാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടുന്നത്. അപ്പോഴേ വറക്കാം. അപ്പോഴേ നമ്മുടെ തീയലിനുള്ളതൊക്കെ വറുത്തെടുത്ത് ഇത് തണുക്കുമ്പോഴൊന്ന് അരച്ചെടുക്കാം. ഇനിയും തീയലിനുള്ളത് എണ്ണയിലൊന്ന് വഴറ്റി എടുക്കാം. തീയലുണ്ടാക്കി അതിനുശേഷം ഞാനൊരു മീൻ തോരനും വെച്ചെടുത്തു. ഉണക്കമീനാണ് തോരൻ വെച്ചത്. അങ്ങനെ ഞാൻ വെച്ച ഉണക്കമീൻ തോരൻ റെഡിയായിട്ടുണ്ട്. ഇനിയും എണ്ണ കാച്ചിയെടുക്കാം.
ഞാൻ തലയിൽ പുരട്ടാനുള്ള എണ്ണ കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, എണ്ണയുടെയൊക്കെ കളറ് നല്ല പച്ച കളറായി മാറി. ഇനി ഇത് തെളിയുമ്പോഴേ ഒരു ചില്ലുകുപ്പിക്കകത്താക്കി വയ്ക്കാം. എനിക്ക് മാത്രമാണ് ഞാനിത് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഒത്തിരി ഇലകളൊന്നും ഞാൻ പറിച്ച് എടുത്ത് ഇല്ല, കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. ഈ സമയം സ്വല്പം കരിഞ്ജീരകം കൂടെ ഞാൻ ഇടുകയാണ്. കരിഞ്ജീരകം എടുത്തിട്ട് ഇപ്പോഴേ ഞാൻ എണ്ണ കുപ്പിയിലൊക്കെ ഒഴിച്ച് വെച്ചത്. എണ്ണ ഇത്രയുണ്ട്, പച്ച കളറിലുള്ള നല്ല പച്ച നിറം എണ്ണ. ഇതെനിക്ക് 2 മാസത്തെ കൂടുതൽ കാണും. കാരണം ഞാൻ ആഴ്ചയിലൊരിക്കൽ ഒരു സ്വല്പം എടുത്ത് തേക്കത്തേ. അപ്പം മുടി വളരാനല്ല ഞാൻ ഇത് കാഴ്ചയേക്കുന്നത്, ഞാൻ ഉള്ള മുടി പൊഴിയാതെ ഇരിക്കാനായിട്ടാണ്. വളരാനും ആഗ്രഹിക്കുന്നവർക്ക് വളരുകയും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ മുടിയൊന്നും വളരുന്ന മുടിയല്ല, അതുകൊണ്ട് ഉള്ള മുടി പൊഴിയാതിരിക്കാനാണ് ഞാൻ ഈ കാച്ചി തേക്കുന്നത്.